സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കോൾപടവുകളിൽ നടത്തിയ ഉഴുന്നുപരിപ്പ് കൃഷിക്ക് വൻ വിജയം. തൃശൂരിലെ മുണ്ടൂർ, പേരാമംഗലം എന്നിവിടങ്ങളിലായാണ് ഇടവേളയായി പരീക്ഷിച്ച ഉഴുന്നുപരിപ്പ് കൃഷി വിജയം കണ്ടത്. മുണ്ടൂർ താഴം കോൾപ്പടവിലും പേരാമംഗലം കറുക കോൾപ്പടവിലുമായിരുന്നു കൃഷി. 212 ഏക്കറിലാണ് ജൈവ കൃഷി രീതിയിൽ 100-ലധികം കർഷകർ വിത്തിറക്കിയത്. നെൽകൃഷിക്ക് ശേഷം തരിച്ചു കിടക്കുന്ന ഭൂമി ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി. 45 ദിവസം കൊണ്ട് പയറും 60 ദിവസം കൊണ്ട് ഉഴുന്നും വിളവെടുക്കാൻ കഴിയുമെന്നതായിരുന്നു ഇടവിള കൃഷിയുടെ നേട്ടം. ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായി ഈ കോൾപ്പാടത്ത് ഞങ്ങൾ നെൽകൃഷി ചെയ്തു വരുന്നവരാണ്. ഇതിൽ ഡബിൾ ക്രോപ്പ് എന്നുള്ള നെൽകൃഷി 2 തവണ ചെയ്തു നോക്കി. അത് ഫെയിലായി. കാരണം ഞങ്ങൾക്ക് ജലത്തിന്റെ നല്ല ദൗർലഭ്യം. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം വിട്ടിട്ട് വേണം 56 കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ജലസേചന സൗകര്യം സുഗമമാക്കാൻ. അപ്പൊ അതിൽ ഞങ്ങൾ വിജയിച്ചില്ല. തുടർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആശയം മാധ്യമത്തിലൂടെ അറിയുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിന് ഞങ്ങൾക്ക് NCCF, അതുപോലെ തന്നെ ഇസാഫ് കോഓപ്പറേറ്റീവ്, പിന്നെ ഞങ്ങളുടെ സർവീസ് സഹകരണ സംഘം കസ്റ്റഡിയനാണ് അവർ. അതേപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഇതിനും നാട്ടുകാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് നൽകുകയും ചെയ്ത് ഏറെക്കുറെ വിളവെടുപ്പിന് തയ്യാറായിരിക്കുകയാണ്. കൈപ്പറമ്പ് പഞ്ചായത്ത്, ഇസാഫ് കോഓപ്പറേറ്റീവ്, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, കൃഷിവകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിൽ കർഷകരുടെ വരുമാനത്തിൽ ഗണ്യമായ വർധനവും കേരളത്തിലെ പോഷകാഹാരക്കുറവുകൾ നികത്താൻ വേണ്ടിയുള്ള പലവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത്. കേരളത്തിലെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. 1000 ടണ്ണിനേക്കാൾ താഴെയാണ്. ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിലുള്ള റേഷ്യോ നോക്കുമ്പോൾ കേരളത്തിൽ ഇതിന് വളരെ സാധ്യതകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും രാജ്യം 40% പയർവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ഗവൺമെന്റുകളും ഇതിന്റെ ആക്കറേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീവ്ര പരിശ്രമത്തിലാണ്. ആത്മനിർഭരൻ പദ്ധതിയും സ്ട്രാറ്റജിക് പൾസസ് മിഷനും അതിന് ഉദാഹരണമാണ്. ഇസാഫ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അഗ്രികൾച്ചർ ഡിവിഷൻ ഇത് ഏറ്റെടുക്കും. ഞങ്ങൾ പിന്നെ പൊതുവിപണിയിൽ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കേരളത്തിലെ കർഷകർക്ക് ഇവിടെ ഉണ്ടാക്കിയ നല്ല ക്വാളിറ്റിയുള്ള പൾസസ് മിതമായ നിരക്കിൽ ഇത് 2 എൻഡ് മുട്ടിക്കുന്നുണ്ട്. നമ്മൾ കർഷകന്റെയും ഉൽപാദകരുടെയും കൺസ്യൂമറിന്റെയും ഒരു വലിയ ആശയമാണ്. ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷൻ വിത്തിന് 50% സബ്സിഡി നൽകി. വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.